വിസ്മൃതിയിലേക്ക് പോകുന്ന മാദിഗ ഭാഷയുടെ ചരിത്രം തേടി കണ്ണൂരിലെ നാരായണനെ കാണാൻ MA കോളേജ് വിദ്യാർത്ഥികളെത്തി. ലോക മാതൃഭാഷാ ദിനത്തിലാണ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് വിദ്യാർത്ഥികൾ കേരളത്തിൽ 2 പേർ മാത്രം സംസാരിക്കുന്ന ലിപിയില്ലാത്ത മാദിഗ ഭാഷയെക്കുറിച്ചറിയാൻ എത്തിയത്. മാഞ്ഞുപോയ ലിപിയില്ലാത്ത മാദിഗ ഭാഷയുടെ ചരിത്രവും സംസ്കാരവും തേടിയാണ് ലോക മാതൃഭാഷാ ദിനത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ MCom മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണൂരിലേക്ക് യാത്ര പോയത്. കേരളത്തിൽ ഇന്ന് 2 പേർ മാത്രമാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ലിപിയില്ലാത്ത ഈ ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. കണ്ണൂരിലെ കരിവള്ളൂർ കുക്കാനത്ത് താമസിക്കുന്ന KP നാരായണനെ സന്ദർശിച്ച് ഭാഷയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ಅದ ಅವ್ನು ಗಂಡನ ಮನೆಯ ಮನುಷ್ಯ ಹೊಡ್ಕೊಂಡೀತಲ್ಲ ಒಂದು ಮದುವೆಗಳು ಪಾಳ ಹೋಗಿ ಮದುವೆಗಳು ಹೋಯ್ತು ಮತ್ತೆ ಅವಸಾನ ಒಂದು ಬಿಲ್ಲೊಂದು ಮದುವೆಗಳು ಹೋಯ್ತು കീരി ഏട്ടന്റെ മോളെ കല്യാണം വേറെ ജാതിമാർ കഴിച്ച കാര്യം പറയുന്നത് ഒരു ചച്ചിയിൽ കൊന്നത് അവൻ ഇവര് സറായി കുടിയേക്ക് സറായി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നുണ്ട് സറായി ചാരായ പറയുന്നത് അവൻ ഇത് ಮಾಡಿದೆ ಹಾತು ವರ್ಷ ನನ್ನ ಮಗನ ಮಗ ಇಲ್ಲಿಗೂ 3 എടുത്ത തലകണ്ടി കെട്ടു അല്ല മകനായി. ഏട്ടന്റെ മകളെ ഭർത്താവിന് ഒരാൾ അടിച്ചു പോകുന്ന കാര്യം പറയുന്നത്. ഒരു കോളനിയിൽ തന്നെ ഒരാള് അവള് ഈ ചാരായം പാറ്റുന്ന ചെറിയ തൊഴിലുണ്ട്. അതിനെ ചോദ്യം ചോദ്യം ചെയ്യാനില്ല. എന്താ പറയുക, ഇവിടുത്തെ പല കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് എന്ത് സംഭവിച്ചാലും പൊതുസമൂഹം അങ്ങനെ ഇടപെടുന്നില്ല. ഇവര് എത്ര പേരുണ്ടെന്നാ പറഞ്ഞു? ഇവിടെ ഏതാണ്ട് 30ഓളം കുടുംബങ്ങളുണ്ട്. ഇവരാണ് കുറച്ച് പഴമയും കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇവര് മാത്രമാണ്. മറ്റുള്ളവർ പല തൊഴിലിലും അവരല്ലേ പണ്ടല്ലേ ഇവര് ചോദിച്ചു, അവരെല്ലാം പോയി. ഇവര് കുടുംബക്കാർക്ക് ഇതിനെ കൊണ്ടാ ജീവിച്ചത്. ഇവരെ തൊഴിലിതായിരുന്നു. മലയാളം, തുളു, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളുടെ സംയോജനമായ മാദിഗ ഭാഷ ഉപയോഗിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്ലിയ വിഭാഗമാണ്. കക്കനീറ്റൽ നിത്യത്തൊഴിലാക്കിയ KP നാരായണനും സഹോദരി പുത്രി രാജാറാണിയും മാത്രമാണ് ഇന്ന് ഈ ഭാഷ നിലനിർത്തി പോരുന്നത്. ഒരു കാലത്ത് ഉത്തര കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മാദിഗ ഭാഷ വ്യാപിച്ചിരുന്നതായും പ്രധാനമായും മലയോര കേരളത്തിലും കർണാടകയിലെ ചില പ്രദേശങ്ങളിലും ഈ ഭാഷ ഉപയോഗിച്ചിരുന്നതായും നാരായണൻ പറയുന്നു. പട്ടികജാതിയിൽപ്പെട്ട ചക്കാലിയ വിഭാഗമാണ് മാദിഗ ഭാഷ ഉപയോഗിച്ചിരുന്നത്. ചക്കാലിയ വിഭാഗം ഒരു കാലത്ത് വലിയ വിവേചനം നേരിട്ട വിഭാഗം കൂടിയായിരുന്നു. പൊതുചടങ്ങുകളിൽ നിന്നും ഇവരെ പലപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. തങ്ങളുടെ പൂർവികരിൽ നിന്നാണ് നാരായണനും രാജാറാണിയും ഈ ഭാഷ പഠിച്ചെടുത്തത്. തങ്ങളുടെ തനത് ഭാഷാ സംസ്കാരം അന്യം നിന്നു പോകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. സമുദായത്തിലെ യുവതലമുറ വിദ്യാഭ്യാസം നേടുകയും മാദിഗ ഭാഷയെ തങ്ങളുടെ പൂർവികർ നേരിട്ട വിവേചനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കാണാനും തുടങ്ങിയതോടെയാണ് ഭാഷ വിസ്മൃതിയിലേക്ക് നീങ്ങിയത്. ലിഖിത ലിപി ഇല്ലാത്തതിനാൽ ഈ ഭാഷയുടെ സംരക്ഷണത്തിനായി ഔപചാരിക മാർഗങ്ങൾ ഇല്ലാത്തതും ഒരു വെല്ലുവിളിയാണ്. നാരായണനും രാജാറാണിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് ഏറ്റുപറയാൻ ഇനി ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്പീക്ക് ലോക്കൽ സെൽ ഗ്ലോബൽ എന്ന ആശയത്തിൽ MA കോളേജ് വിദ്യാർത്ഥികൾ ഇവരെ സന്ദർശിച്ചത്. വിദ്യാർത്ഥികളായ അലൻ ബിജു, ആഷ്ലി ജോസ് എന്നിവർ നാരായണനിൽ നിന്ന് ഭാഷയെക്കുറിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ജസ് ജെയിംസ്, പ്രസാദ്, മീരാബി നായർ, അധ്യാപകരായ ശാരി സദാശിവൻ, ഗോപിക സുഗു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ